ഇന്ത്യയുടെ നീക്കം ഒരു വശത്ത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ആഭ്യന്തര വിഷയം മുറുകി വരുന്ന ഒരു സാഹചര്യം തെഹ്രീകെ ഇൻസാഫ് പ്രവർത്തകർ പുറത്ത് നടത്തുന്ന ആ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുകയാണ്. ഇമ്രാൻഖാനെ പുറത്ത് കൊണ്ടുവരണം, റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വശത്ത് ബലൂചിസ്ഥാന്റെ സ്ഥിതി, മറുവശത്ത് സൈന്യത്തിൽ തന്നെ അട്ടിമറി എന്നുള്ള വാർത്തകൾ വരുന്നത് ഒരു തരത്തിൽ ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പാക് ചരിത്രത്തിൽ അല്ലെങ്കിൽ പാക് ഇന്ത്യ യുദ്ധസമാനമായ സാഹചര്യങ്ങളോ യുദ്ധ സാഹചര്യങ്ങളോ നേരിടാത്ത രീതിയിൽ ഒരു ആഭ്യന്തര സമ്മർദ്ദം പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുകൂടിയാണോ? അപർണ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ പോലെയല്ല. ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ ഭരണപക്ഷവുമായി വലിയ തർക്കങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറയാം. ഏത് രാജ്യത്തും അങ്ങനെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നേരിടുന്ന വെല്ലുവിളി ശത്രുവിനേക്കാൾ വലിയ വെല്ലുവിളി. ആ രാജ്യത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ, പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ അത് ആ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷൻ, ഇവരെല്ലാവരുടെയും പ്രതികരണം, ഇന്ത്യയിലെ എല്ലാ പാർട്ടികളുടെയും പ്രതികരണം, ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന അതിശക്തമായ പിന്തുണ ഗവൺമെന്റിന് നൽകുന്ന ഒരു പ്രതികരണമാണ് ഉണ്ടായത്. സർക്കാരിന് ഏത് നിലപാടും സ്വീകരിക്കാൻ ഇന്ത്യക്കകത്ത് ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടാവും എന്ന് ആലോചിക്കേണ്ടതില്ല. ധൈര്യസമേതം ഏത് നിലപാടും സ്വീകരിക്കാം, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ഉറച്ച പിന്തുണ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാകെ നൽകി. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ തന്നെ ഇന്ന് തന്നെ ഒരു മാതൃകയാണ്. ഇന്ത്യയിലെ പാർട്ടികൾ അവർ ഏതെല്ലാം തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ത്യക്കാർ ആക്ഷേപം ഉന്നയിച്ചാലും അവർ പരിപക്വമായ നിലപാട് സ്വീകരിച്ചു. രാജ്യ താല്പര്യത്തിനപ്പുറമല്ല മറ്റൊന്നുമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തെളിയിച്ച ദിവസങ്ങൾ കൂടി, മണിക്കൂറുകൾ കൂടിയാണ് കടന്നുപോയത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ പാകിസ്ഥാനിലേക്ക് എന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണ്? പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ യഥാർത്ഥത്തിൽ 4-5 അധികാര ശക്തികളായി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുമ്പോൾ പാകിസ്ഥാൻ സേന മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അത് എല്ലാ കാലത്തും 1947 ആ രാജ്യം രൂപം കണ്ട കാലം മുതൽ എത്രയോ തവണ അവിടെ പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അങ്ങനെ അട്ടിമറി ഉണ്ടായി, പട്ടാളക്കാർ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരിക്കൽ പോലും പട്ടാളക്കാർ ആ തരത്തിലേക്ക് ഒരു നീക്കത്തിന്, പാകിസ്ഥാനേക്കാൾ എത്രയോ വിശാലമായ രാജ്യമാണ് എന്നത് ആലോചിക്കണം. എത്രയോ വ്യത്യസ്തരായ ജനങ്ങൾ വസിക്കുന്ന, എല്ലാം കൊണ്ടും വ്യത്യസ്തരായ ജനങ്ങൾ വസിക്കുന്ന ഭൂമിയാണ് ഇന്ത്യ എന്ന് ആലോചിക്കണം. പക്ഷേ അവിടെ ഒരിക്കലും അത്തരത്തിലേക്കുള്ള ഒരു അട്ടിമറിയൊന്നും ഉണ്ടായിട്ടില്ല. ജനാധിപത്യം പുലരുന്ന, ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ജനാധിപത്യം ഇത്രകാലം നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നിലപാടൊക്കെ. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. സൈന്യവും തമ്മിൽ ഒരു ഭാഗത്ത് ഭരണകൂടം, മറുഭാഗത്ത് സൈന്യം. ഈ സൈന്യവും ഭരണകൂടവും ഒക്കെ കഴിഞ്ഞ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണ ഏജൻസിയാണ് ISI. ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് ലോകത്തെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് തന്നെയാണ് ISIക്ക് ആ തരത്തിലേക്കുള്ള പ്രാധാന്യമൊക്കെ ഉണ്ട്. അവരെടുത്ത് കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഭരണത്തെ അട്ടിമറിക്കാനും ഒക്കെ പലപ്പോഴും അതിനൊക്കെ ശക്തിയായി നിൽക്കുന്നത് ഈ ISIയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെയാണ്. അങ്ങനെ ISI ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ, സൈന്യ മേധാവിക്കൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി ഭരണകൂടത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ആർക്കൊക്കെ ഒപ്പമാണ്? അവിടെ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഭരണകൂടം, ഒരു ഭാഗത്ത് സൈന്യം, മറ്റൊരു ഭാഗത്ത് ISI. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് വിവിധ കാലങ്ങളിൽ പാകിസ്ഥാൻ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തിനിടയിൽ പാകിസ്ഥാൻ വിവിധ തരത്തിൽ വെള്ളവും വളവും ഒക്കെ നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകൾ, അത് ലഷ്കർ ഇ തോയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഹിസ്ബുൾ മുജാഹിദ് ആയാലും, ഈ മൂന്ന് സംഘടനകൾക്കും പാകിസ്ഥാന്റെ വലിയ പിന്തുണയുണ്ട്. ഈ 3 സംഘടനകളുടെയും തീവ്രവാദികളുടെ ക്യാമ്പ് എന്നൊക്കെ നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ വായിച്ചൊക്കെ പലപ്പോഴും അറിയുന്നത്, ആ ക്യാമ്പൊക്കെ അതീവ രഹസ്യമായി മനുഷ്യരൊന്നും കടന്നു ചെല്ലാത്ത ഇടങ്ങളിലൊക്കെയാണ് ആയുധ പരിശീലനം എന്നൊക്കെയാണ്. പക്ഷേ നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയും അവിടെ പ്രത്യേക സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് പാകിസ്ഥാൻ ഇവരെയൊക്കെ വളരാൻ അനുവദിക്കുകയും ഇവർക്കൊക്കെ എല്ലാ ജീവിത സൗകര്യങ്ങളോടും കൂടി തന്നെ നിന്ന് പരിശീലനം നടത്താനുള്ള സംവിധാനമൊക്കെ ഒരുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അവിടെ ഈ ഭീകര സംഘടനകൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ആ ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്ന് അവരുടെ തലവൻ്റെ ജീവനടക്കം സംരക്ഷിക്കാനുള്ള ശേഷി എന്തുകൊണ്ട് പാകിസ്ഥാൻ സേനയ്ക്കില്ല എന്നുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ അവർ ഒരു ഭാഗത്ത്, അങ്ങനെ നാലാമത്തെ വിഭാഗമായി ഈ ഭീകര സംഘടനകൾ 3 പേർ നിൽക്കുന്നു. അതിനിടയിൽ തന്നെ ആലോചിച്ചാൽ ഈ ഭീകര സംഘടനകൾ തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയൊക്കെ തമ്മിലുള്ള സംഘർഷങ്ങൾ വേറെയുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് പാകിസ്ഥാനിൽ ബലൂച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ആ രാജ്യത്തെ തന്നെ രണ്ടായി പിളർത്തിക്കൊണ്ട് മറ്റൊരു രാജ്യം രൂപീകരിക്കാൻ വേണ്ടി, ഒരിക്കൽ അത്തരം ഒരു വലിയ പിളർപ്പ് അറിഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി അത്തരത്തിലേക്ക് ഒരു ഏറ്റുമുട്ടലിന് പോവുകയും ബംഗ്ലാദേശ് എന്നുള്ള ഒരു പുതിയ രാജ്യം പിറക്കുകയും ഒക്കെ ചെയ്ത
പോയതാണ്, പാകിസ്ഥാന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയതാണ് പാകിസ്ഥാൻ. ഇപ്പോൾ വീണ്ടും ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ അവർ ബലൂചിസ്ഥാനിൽ മറ്റൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക, ക്വറ്റ വിമോചിപ്പിച്ചു എന്നൊക്കെയാണ്, ക്വറ്റയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നൊക്കെ ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യമൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാം. എന്തായാലും അങ്ങനെ 5 തരത്തിലുള്ള വെല്ലുവിളികൾ ഒരേ സമയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 5 അധികാര കേന്ദ്രങ്ങൾ 5 തരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ.